നമസ്കാരം. ആലപ്പുഴ അരൂരിൽ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹത്തിൽ നിന്നും പ്രതിശ്രുത വരൻ അവസാന നിമിഷം പിന്മാറിയതിനെ തുടർന്ന് 25-കാരിയായ അനഘ ജീവനൊടുക്കിയ സംഭവത്തിൽ അതിനിർണായകവും ഞെട്ടിക്കുന്നതുമായ വിവരങ്ങൾ പുറത്ത്. താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന കടുത്ത മുന്നറിയിപ്പുമായി അനഘ മരണത്തിന് തൊട്ടുമുൻപ് തൂങ്ങി മരിക്കാനുള്ള കുരുക്കിട്ട ശേഷം പ്രതിശ്രുത വരന് വീഡിയോ കോൾ വഴിയും സന്ദേശമായും ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തിരുന്നുവെന്ന നിർണായക വെളിപ്പെടുത്തലാണ് കുടുംബം നടത്തുന്നത്. എന്നാൽ യുവതിയുടെ ജീവൻ രക്ഷിക്കാൻ അടിയന്തരമായി ഇടപെടുന്നതിന് പകരം ഈ വിവരം മനഃപൂർവ്വം മറച്ചുവെക്കുകയും നിസ്സാരവൽക്കരിക്കുകയും ചെയ്തുവെന്നാണ് പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പ്രധാന ആരോപണം. ഈ ഗുരുതര സംശയങ്ങൾക്ക് ബലം നൽകുന്ന രീതിയിൽ പ്രതിശ്രുതപരനായ വിഷ്ണുവിന്റെ അമ്മ നൽകിയ ഓഡിയോ സന്ദേശം പെൺകുട്ടിയുടെ കുടുംബം പോലീസിന് കൈമാറുകയും ചെയ്തു. കരഞ്ഞു കാല് പിടിച്ചിട്ട് പോലും കൂട്ടാക്കാതെ വരന്റെ വീട്ടുകാർ പെട്ടെന്ന് വിവാഹബന്ധത്തിൽ നിന്നും പിന്മാറിയതിന്റെ കടുത്ത മനോവേദനയിലും മാനസിക വിഷമത്തിലുമാണ് സ്വന്തം മകൾ ഈ കടുംകൈ ചെയ്തതെന്ന് അനഘയുടെ അമ്മ കണ്ണീരോടെ പറയുന്നു. അരൂർ സ്വദേശിനിയായ അനഘയും തൃശൂർ സ്വദേശിയായ വിഷ്ണുവും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ആദ്യം പരിചയപ്പെടുന്നത്. തുടർന്ന് പ്രണയത്തിലായ ഇരുവരുടെയും ബന്ധം ഇരു വീട്ടുകാരും സംസാരിച്ച് അംഗീകരിക്കുകയും തുടർന്ന് ഔദ്യോഗികമായ വിവാഹ നിശ്ചയം നടത്തുകയുമായിരുന്നു. വരുന്ന നവംബറിൽ വിവാഹം നടത്തുവാൻ ഇരു വീട്ടുകാരും തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനിടയിലാണ് തികച്ചും അപ്രതീക്ഷിതമായി വിഷ്ണുവും കുടുംബവും വിവാഹത്തിൽ നിന്നും ഏകപക്ഷീയമായി പിന്മാറിയത്. ഇരുവർക്കുമിടയിൽ പെട്ടെന്നുണ്ടായ പ്രശ്നങ്ങൾ സംസാരിച്ചു പരിഹരിക്കാൻ അനഘ വിഷ്ണു ജോലി ചെയ്യുന്ന അബുദാബിയിൽ നേരിട്ടെത്തി സംസാരിച്ചിട്ട് പോലും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. വിഷ്ണു തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. തുടർന്ന് കഴിഞ്ഞ ബുധനാഴ്ച ഗൾഫിൽ നിന്നും വിമാനമാർഗം തിരികെ നാട്ടിലെത്തിയ അനഘയെ വിമാനത്താവളത്തിൽ നിന്നും ബന്ധുക്കൾ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അന്ന് രാത്രി സ്വന്തം മുറിയിൽ കയറി വാതിലടച്ച അനഘ വീട്ടുകാർ ഉറങ്ങിയ സമയം നോക്കി ജീവൻ ഒടുക്കുകയായിരുന്നു. എന്നാൽ തൂങ്ങി മരിക്കാനായി മുറിയിൽ കുരുക്കിട്ട ശേഷം അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അനഘ അബുദാബിയിലുള്ള വിഷ്ണുവിന് അയച്ചു കൊടുത്തിരുന്നുവെന്നും വിഷ്ണു അത് നാട്ടിലുള്ള തന്റെ അമ്മയ്ക്ക് അയച്ചു കൊടുത്തതായുമാണ് കുടുംബം ആരോപിക്കുന്നത്. ആത്മഹത്യ ചെയ്യുമെന്ന വ്യക്തമായ മുന്നറിയിപ്പ് ലഭിച്ചിട്ടും അനഘ വെറുതെ അഭിനയിക്കുകയാണെന്ന തരത്തിൽ വിഷ്ണുവിന്റെ അമ്മ നൽകിയ മനസാക്ഷിയില്ലാത്ത മറുപടിയും പരിഹാസവുമാണ് പെൺകുട്ടിയെ ഈ കടുംകൈ ചെയ്യാൻ പെട്ടെന്ന് പ്രേരിപ്പിച്ചതെന്നും വീട്ടുകാർ വിശ്വസിക്കുന്നു. മരണത്തിന് തൊട്ടു മുൻപ് വിഷ്ണുവിന്റെ അമ്മ അയച്ചു കൊടുത്ത ഈ ഓഡിയോ സന്ദേശം അനഘ തന്റെ അമ്മയുടെ ഫോണിലേക്ക് ഫോർവേഡ് ചെയ്തിരുന്നു എന്നത് കേസിൽ നിർണായക തെളിവായി. പെൺകുട്ടി ആത്മഹത്യയുടെ മുന്നറിയിപ്പ് നൽകിയ ആ നിമിഷത്തിൽ തന്നെ വിഷ്ണു വിവരം നാട്ടിലുള്ള അനഘയുടെ വീട്ടുകാരെ അറിയിച്ചിരുന്നെങ്കിൽ തങ്ങളുടെ മകൾ ജീവൻ നിലനിർത്താൻ സാധിക്കുമായിരുന്നുവെന്ന് കുടുംബം വിലപിക്കുന്നു. എന്നാൽ നിലവിൽ അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് അരൂർ പോലീസ് കേസെടുത്തിട്ടുള്ളത്. സംഭവം സംബന്ധിച്ച അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ച ശേഷമേ വിഷ്ണുവിനും അമ്മയ്ക്കുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്ന കാര്യം പരിഗണിക്കുമെന്നുമാണ് പോലീസ് നൽകുന്ന വിശദീകരണം. അതേസമയം നിർണായകമായ ഓഡിയോ സന്ദേശവും വീഡിയോ ദൃശ്യങ്ങളും കയ്യിലുള്ള സാഹചര്യത്തിൽ വിഷ്ണുവിനും അമ്മയ്ക്കുമെതിരെ ഉടൻ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്ന ശക്തമായ ആവശ്യവുമായി മുന്നോട്ട് പോകാനാണ് അനഘയുടെ കുടുംബം. എന്തായാലും ഒരു പെൺകുട്ടി ജീവിതത്തിൽ ഏറെ പ്രതീക്ഷകളോടെ കാത്തിരുന്ന ഒരു സമയത്ത് അപ്രതീക്ഷിതമായി വരൻ വിവാഹത്തിൽ നിന്നും പിൻവലിയുന്നു. ഈ സാഹചര്യം ചോദ്യം ചെയ്യാനുള്ള സ്വാഭാവികമായ സ്വാതന്ത്ര്യവും അവകാശവും പെൺകുട്ടിക്കുണ്ട്. എന്നാൽ താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോലും തന്നെ കേൾക്കാൻ പോലും ആ കുടുംബം നിൽക്കാത്ത സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. വിവാഹത്തിൽ നിന്ന് പിന്മാറാനുള്ള അവകാശമൊക്കെ എല്ലാവർക്കും ഉണ്ട് താനും. എന്നാലും അവസാന ഘട്ടത്തിൽ ആ പെൺകുട്ടിയുടെ മാനസിക നില അതെങ്കിലും മനസ്സിലാക്കി കേൾക്കാനുള്ള സാഹചര്യമെങ്കിലും ഉണ്ടാക്കി കൊടുത്തിരുന്നെങ്കിൽ ആ പെൺകുട്ടി ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നു.